ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ബാന്ദ്രയ്ക്ക് ശേഷം ദിലീപിന്റെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന അടുത്ത ബിഗ് ബഡ്ജറ്റ് മലയാളം സിനിമയാണല്ലോ തങ്കമണി. രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന ഈ ദിലീപ് സിനിമ മാർച്ച് 7 തിയേറ്ററുകളിലേക്ക് എത്തും. ഇന്ന് മുതൽ സിനിമയുടെ പ്രൊമോഷന്റെ അവസാനഘട്ട പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ക്യാരക്ടർ പോസ്റ്റേഴ്സ് എല്ലാം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ഓഫ്ലൈൻ പ്രൊമോഷനും ഫെബ്രുവരി 26 തുടക്കം കുറിക്കുകയാണ്. വരുന്ന തിങ്കളാഴ്ച സിനിമയുടെ ഓഡിയോ ലോഞ്ച് കൊച്ചി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ച് നടക്കും. വൈകിട്ട് 6:30 സിനിമയുടെ അണിയറ പ്രവർത്തകർ പങ്കെടുക്കുന്ന ഓഡിയോ ലോഞ്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം സിനിമയുടെ അഭിമുഖങ്ങളെല്ലാം തന്നെ ഓൺലൈനായിട്ട് പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ സിനിമയുടെ ടീസർ പുറത്തു വന്നപ്പോൾ ചിത്രത്തിന്റെ കളർ ടോണിനെ കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ചിലയിടങ്ങളിൽ സീരിയൽ ലെവൽ മേക്കിംഗ് എന്നൊരു അഭിപ്രായം വരെ വന്നിരുന്നു. ഇപ്പോഴിതാ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയുടെ അണിയറ പ്രവർത്തകർ കളർ ഗ്രേഡിംഗിലും മറ്റുമെല്ലാം തന്നെ മാറ്റങ്ങൾ വരുത്തിയെന്നാണ് റിപ്പോർട്ട്. ട്രെയിലർ വരുമ്പോൾ നല്ലൊരു കളർ ഗ്രേഡിംഗ് ആവട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. പൃഥ്വിരാജിന്റെ ദി കോട്ട് ലൈഫ് എന്ന സിനിമ അടുത്ത മാസം മാർച്ച് 28 തിയേറ്ററുകളിലേക്ക് എത്തുന്ന മോളിവുഡിന്റെ അടുത്ത വമ്പൻ പാൻ ഇന്ത്യൻ സിനിമയാണ്. ചിത്രത്തിന് ആദ്യ ദിവസം കേരളത്തിൽ മാത്രം 500-ൽ പരം സ്ക്രീനുകൾ ഉണ്ടായേക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ റെക്കോർഡ് റിലീസ് ആയിരിക്കും ഈ ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് ലഭ്യമാകുക. ഇതിനിടയിൽ ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലോഞ്ച് വരുന്ന ഫെബ്രുവരി 26 നടക്കും. AR റഹ്മാനാണ് ചിത്രത്തിന്റെ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. മാർച്ച് 10 ഓഡിയോ ലോഞ്ച് നടക്കുന്ന ആടുജീവിതം എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്കും മാർച്ചിൽ തന്നെയായിരിക്കും തുടക്കം കുറിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. പാൻ ഇന്ത്യൻ ഇന്റർവ്യൂസ് എല്ലാം തന്നെ പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ കൂടുതൽ ആടുജീവിതം അപ്ഡേറ്റുകൾ കേട്ടാം. ഈ വരുന്ന മാർച്ച് 1 തിയേറ്റർ റിലീസ് നേരത്തെ ചാർട്ട് ചെയ്ത സിനിമയാണല്ലോ ആസിഫ് അലി ബിജു മേനോൻ കോംബോയിൽ വരാനിട്ടിരിക്കുന്ന ജിസ്റ്റോയ് ചിത്രം കൂടിയ തലവൻ. കഴിഞ്ഞ ജനുവരി മാസം 19 മുതൽ പലതവണ തിയേറ്റർ റിലീസ് മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്ന തലവൻ എന്ന സിനിമ വീണ്ടും ഒരിക്കൽ കൂടി റിലീസ് നീട്ടിയിരിക്കുകയാണ്. ഇനി മാർച്ച് മാസം പകുതിയിൽ സിനിമ റിലീസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഏപ്രിൽ മാസത്തിലും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. കാരണം അത്രത്തോളം സിനിമകളുടെ റിലീസ് പൂരമാണ്. കാത്തിരിക്കൂ കൂടുതൽ തലവൻ അപ്ഡേറ്റുകൾ കേട്ടാം. കുഞ്ചാക്കോ ബോബനെ നായകനാക്കി അമൽ നീരദ് സംവിധാനം ചെയ്ത കൊച്ചിയിൽ സൈലന്റ് ആയിട്ട് ചിത്രീകരണം നടന്ന ഒരു സിനിമയാണല്ലോ ഇനിയും പേരിട്ടിട്ടില്ലാത്ത അടുത്ത കുഞ്ചാക്കോ ബോബൻ സിനിമ. ഇപ്പോഴത്തെ ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ജ്യോതിർമയി നായികവേഷത്തിലെത്തുന്ന സിനിമ ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തും. മഞ്ഞുമൽ ബോയ്സ്, ആവേശം എന്നീ സിനിമകൾക്ക് ശേഷം സുഷിൻ ശ്യാം സംഗീതം നൽകുന്ന അടുത്ത മലയാളം സിനിമ കൂടിയാണ് ഈ കുഞ്ചാക്കോ ബോബൻ അമൽ നീരദ് സിനിമ. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തുന്ന സിനിമയുടെ ചിത്രീകരണം വരുന്ന ഏപ്രിൽ മാസത്തോടെ എമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഷെഡ്യൂളിനിടയിൽ ആരംഭിക്കുകയാണല്ലോ. ചിത്രത്തിന്റെ ലൊക്കേഷൻ അപ്ഡേറ്റ് ഒപ്പം തന്നെ ചിത്രത്തിന്റെ ഒരു കാസ്റ്റ് അപ്ഡേറ്റ് എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയിൽ ബേസിൽ ജോസഫ് കൂടി അഭിനയിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ ലാലേട്ടന്റെ നായികയായിട്ട് ശോഭനയുടെ റൂമറുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചിത്രത്തിന്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻസ് ഊട്ടി, കൊച്ചി, ഒപ്പം തന്നെ കോഴിക്കോടായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഏകദേശം 50-60ഓളം ദിവസങ്ങൾ ഷൂട്ടിംഗ് ഡേയ്സ് വരുന്ന ഈ ലാലേട്ടൻ സത്യനന്ദിക്കാട് സിനിമ ഈ വർഷം അവസാനം ക്രിസ്മസിന് തിയേറ്ററുകളിലേക്ക് എത്തും. കാത്തിരിക്കൂ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം.